വ്യാജ നുണപ്രചരണങ്ങൾക്ക് മറുപടിയുമായി സദാനന്ദൻ മാസ്റ്റർ MP കാലം മാറിയെന്ന് CPM മനസ്സിലാക്കണം. കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടതിന്റെ മനസംഘർഷത്തിലാണ് CPM തനിക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നത്. തളർത്താൻ നോക്കിയവർക്ക് മുൻപിൽ മുട്ടിലിഴഞ്ഞിട്ടില്ല എന്നും ആദർശം നൽകുന്ന കരുത്തിൽ നിവർന്നു നിൽക്കുകയാണെന്നും സദാനന്ദൻ മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആരായേണ്ടതുണ്ട്. MP-യാണ് സദാനന്ദൻ മാസ്റ്റർ, ഇപ്പോൾ ഡൽഹിയിലുമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണുവിലേക്ക്. അനു, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സദാനന്ദൻ മാസ്റ്റർ MP ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സദാനന്ദൻ മാസ്റ്ററുടെ അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ CPM പ്രവർത്തകരെ അവരുടെ കോടതി ശിക്ഷിക്കുകയും ആ ശിക്ഷയുടെ നടപ്പാക്കുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം ആ പ്രതികൾക്ക് കീഴടങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ അവരെ വീരോചിതമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യപ്രവർത്തനങ്ങൾക്ക് പോകുന്ന ആളുകളെ പോലെ യാത്ര അയക്കുന്ന CPM നേതൃത്വത്തെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ ആ പ്രതികൾ ജയിലിലേക്ക് പോകുന്ന വേളയിലാണ് വലിയ പ്രചാരണങ്ങൾ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ കഴിഞ്ഞ ദിവസം CPM നേതാക്കളും ഒപ്പം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും നടത്തിയിട്ടുള്ളത്. അതിനെതിരെയുള്ള മറുപടിയാണ് സദാനന്ദൻ മാസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മാഷ് തന്നെ നമ്മോടൊപ്പം ഉണ്ട്. മാഷ്, നമസ്കാരം. എന്താണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായി കാലം മാറിയെന്ന് CPM-നെ ഓർമ്മിപ്പിക്കുകയാണോ? തീർച്ചയായിട്ടും ഇത്തരം തിരിച്ചടികൾ CPM-നെ സംബന്ധിച്ച് പുതിയതല്ല. പലപ്പോഴും അവർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തികൾ സമൂഹത്തിൽ അവർക്കെതിരെയുള്ള വികാരം ജനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 30 വർഷത്തിന് ശേഷമാണ് നീതി ലഭിക്കുന്നത്. എൻ്റെ നേരെ നടന്ന ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത പ്രതികളൊക്കെ ജയിലിൽ പോവുക എന്നുള്ളത് 3 ദശാബ്ദക്കാലത്തിന് ശേഷമാണ്. അപ്പോൾ അത് സാധാരണ നിലയ്ക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഈ അക്രമ രാഷ്ട്രീയത്തിന് പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് തിരിച്ചറിയേണ്ടത് CPM-ആണ്. പക്ഷെ അതിന് പകരം അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും അവരുടെ പ്രവൃത്തിയുടെ ഫലമായി ദുരിതമനുഭവിക്കുന്ന ആളുകളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുകയും ഇപ്പം സദാനന്ദൻ മാഷ് 2 കാലും വെട്ടിമാറ്റപ്പെട്ട അവസ്ഥയിൽ ഉണ്ട് എന്ന സത്യം ജനങ്ങൾക്കറിയാം. പക്ഷെ അയാൾ അതിന് അർഹനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും നിന്ദ്യമായ പരിശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാനിതൊരു ചർച്ചയാക്കണമെന്ന് ആഗ്രഹിച്ചതേ അല്ല. അപ്പോൾ എനിക്ക് രാജ്യസഭാംഗമായി രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി ഒരുപക്ഷെ അവർ മാനസികമായി ആകെ വല്ലാത്തൊരു വിഭ്രമത്തിലായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതും അണികളിൽ ഉണ്ടാകുന്ന ഈ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള വികാരമോ വഴിതിരിച്ചു വിടാനൊക്കെയുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് വലിയ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി നുണ പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ഇത് എനിക്ക് അതായത് കണ്ണൂരിലെ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് മാഷാണെന്നാണ് വലിയ പ്രചാരണം നടത്തുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ നിയന്ത്രണത്തിലുള്ള ചാനൽ ഒരു 4.5 മിനിറ്റ് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആ നിലയ്ക്ക് അന്ന് തന്നെ കൊലപാതകങ്ങളുടെ ബുദ്ധി കേന്ദ്രമാണ്, ഗുണ്ടാ നേതാവാണ് എന്നൊക്കെയുള്ള തരത്തിൽ മര്യാദയുടെ സീമ ലംഘിച്ചുകൊണ്ടുള്ള അവരുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതുപോലെ അവരുടെ പത്രത്തിൽ ഇങ്ങനെയൊരു ആളിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് വഴി ഇത് വലിയ വ്യവഹാരത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്, സദാനന്ദൻ മാഷ് കോടതി കയറേണ്ടി വരും എന്നൊക്കെയുള്ള വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ്. എന്നാൽ അതോടുകൂടി അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ എന്നെ ആക്രമിച്ച കേസിൽ പ്രതികൾ ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നപ്പോൾ ഒന്നുകൂടി അവരതിന് മൂർച്ച കൂട്ടുകയാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ വന്നപ്പോൾ ഇതിന് മറുപടി പറയാതെ തരമില്ല എന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. വളരെ വലിയ പ്രതികരണം അതിനുണ്ടാകുന്നുണ്ട്. എന്നെ പലരും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ വരെ കുറച്ച് പേര് ഇത് വായിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഒരുപക്ഷെ ഇനിയും ഇതുപോലുള്ള നുണപ്രചരണങ്ങൾ വന്നേക്കാം, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായാലും ശരി, അവരേത് നുണപ്രചരണം നടത്തിയാലും അതിന് സത്യസന്ധമായ മറുപടി പറയാൻ ഞാൻ സന്നദ്ധനാണ് എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിക്കുക. അതായത് ഇപ്പോൾ MP-ആയി തെരഞ്ഞെടുത്ത ശേഷം മാഷിന്റെ പല പ്രതികരണങ്ങളും പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനില്ല, ഇനി മുൻപോട്ടാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പിന്നീടും ഇത്തരത്തിൽ ഈ പഴയ കാര്യങ്ങൾ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് അത് CPM-ന് മുൻപോട്ടുള്ളൊരു മറുപടി നൽകാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സമയത്തൊക്കെ വന്ന മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങളോടും പൊതുസമൂഹത്തോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്
കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിക്കിച്ചികഞ്ഞെടുത്ത് ചർച്ച ചെയ്ത് വീണ്ടും ഒരു പ്രശ്നം അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്നാണ്. പക്ഷെ അവരായിട്ടത് സമ്മതിക്കുന്നില്ല. അവർ വീണ്ടും വീണ്ടും അവർക്ക് പറ്റിയ അബദ്ധം അംഗീകരിച്ച് ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള കരുതലെടുക്കുന്നതിന് പകരം അവർ ചെയ്തതൊക്കെ ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും മോശമായൊരു സമീപനമാണ്. അത് പ്രതിരോധിക്കാതെ വയ്യ. അപ്പോൾ ഇനിയും ഇത്തരം കള്ളപ്രചരണങ്ങളുമായി അവർ വരികയാണെങ്കിൽ നിവർന്നു നിന്ന് സത്യം പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ചെയ്യാൻ സന്നദ്ധനുമാണ് വേണ്ടി വന്നാൽ. അത് ഇനി അതേ അങ്ങനെ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവും. ആശയം കൊണ്ടുള്ള പോരാട്ടമാണ് വേണ്ടത് എന്ന് ഊന്നി പറയാറുണ്ട് എൻ്റെ പ്രസ്ഥാനവും ഞാനും ഒക്കെ അത് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ആശയം കൊണ്ട് അങ്ങനെ നമുക്കൊരു സമരം നടത്തി നോക്കാം. അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വരികൾ എന്നത് തളർത്താൻ ശ്രമിച്ചവർക്ക് മുൻപിൽ മുട്ടിലെറിഞ്ഞിട്ടില്ല, ആദർശം നൽകിയിട്ടുള്ള കരുത്തോടെ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണെന്നാണ്. അതെ, എൻ്റെ നേരെ ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് ആ നിലക്കൊരു പ്രചരണം അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും പറയാത്തതാണ്. അതായത് ഇയാളെ ഇനി നിവർന്നു നിൽക്കാൻ അനുവദിക്കില്ല, വികലാംഗ പെൻഷൻ വാങ്ങിക്കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു വല്ലാത്തൊരു പക എന്നോടുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് സാധിച്ചില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ആദർശത്തിൻ്റെ ബലത്തിൽ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കരുത്തിൽ, എനിക്ക് ലഭിക്കുന്ന പിന്തുണയുടെ ഒരു ശക്തിയിൽ ഞാൻ നിവർന്നു നിൽക്കും, നെഞ്ചു വിടർത്തി തന്നെ നിൽക്കും. ഇനിയും അങ്ങോട്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. എൻ്റെ ആദർശത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ജനസേവനത്തിലൂടെ അതെല്ലാം ഞാൻ ചെയ്യും. ഒരു കാര്യം കൂടി, ഇപ്പോൾ മാഷിന്റെ കാര്യം മാത്രമല്ല, CPM രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ അവർ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടതാണ്, അവരെ മാറ്റി നിർത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടേണ്ടവരാണ്, അവർ കൊല്ലപ്പെടേണ്ടതാണെന്നൊരു നരേഷൻ സൃഷ്ടിക്കാൻ എപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ CPM ഉപയോഗപ്പെടുത്തുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ അവരുടെ ആക്രമണത്തിന് വിധേയരാകുന്ന, ഇനി കൊല്ലപ്പെടുന്നവരാവട്ടെ, ഇനി അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആക്രമണത്തിന് വിധേയരാകുന്നവരാവട്ടെ, ഇതൊക്കെ അവർ ഞങ്ങൾക്ക് ചെയ്യേണ്ടതാണ് എന്നൊരു തോന്നൽ അവരെ നയിക്കുന്നുണ്ട്. അതവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ്. നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് ആശയത്തെ, മാർക്സിസ്റ്റ് ആശയത്തെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അറിയാം, മനുഷ്യത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ജനം എന്ന് പറയുന്നത് അവരോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമാണ്. നാട്ടുകാർ എന്നൊക്കെ അവർ പ്രയോഗിക്കും. ആ നാട്ടുകാരെന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ മാത്രമാണ്. അങ്ങനെ അല്ലാത്തവരൊക്കെ ശത്രുപക്ഷത്താണ്. ആ ശത്രുപക്ഷത്തുള്ള ആളുകളെ ഏത് വിധേനയും ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നൊരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. അത് ഈ സമൂഹത്തിനൊട്ടും ചേർന്നതല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഇതിനൊക്കെ മാറ്റം വരിക എന്നാണ് വിശ്വാസം. ഓക്കെ, വളരെയധികം നന്ദി മാഷെ പ്രതികരണത്തിന്. CPM-ന്റെയും മറ്റ് നുണപ്രചരണങ്ങൾക്കും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇനി മുൻപോട്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് തന്നെ പോകും എന്നുള്ളതാണ് സദാനന്ദൻ മാസ്റ്റർ MP വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ആദ്യം അദ്ദേഹം MP ആയി തെരഞ്ഞെടുത്തത് മുതൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ജനൻ TV ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തിരുന്നു. നമ്മൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഇനി സംസാരിച്ച ആ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഓർമ്മകളിലേക്ക്, അത് മുൻപോട്ട് പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പകരം മുൻപോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് MP എന്നുള്ള രീതിയിൽ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന പ്രതികരണമായിരുന്നു സദാനന്ദൻ മാസ്റ്റർ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾക്കാണ് അദ്ദേഹം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ ജനൻ TVയിലൂടെയും മറുപടി നൽകിയിട്ടുള്ളത്. നുണപ്രചരണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകും. CPM-ന്റെ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അനു, ശരി, ഇടവേള.